ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനിത് എല്ലാവരോടും പറയും. സ്വന്തം അച്ഛന്റെ അന്നം മുട്ടിച്ചത് മോനാണെന്ന് എല്ലാരോടും ഞാൻ വിളിച്ചു പറയും. എല്ലാരും അറിയട്ടെ. ഇല്ല, ഓടുങ്ങൾ തന്ന പണത്തിൽ നിന്ന് മനോജിന് പണം കൊടുക്കാമെന്നല്ലേ നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷെ അത് വേണ്ട. ഓട്ടോ പണയം വെച്ച് കിട്ടുന്ന പണം കൊണ്ട് നമുക്ക് അവനെ സഹായിച്ചാൽ മതി. കുടുംബം വിളിപ്പിച്ചവനാ മനോജ്. എന്നിട്ടും അവനോടാ ഇപ്പൊ എല്ലാവർക്കും സഹാനുഭൂതിയും സ്നേഹവും. ഓട്ടോ കത്തിപ്പോയതോടെ മുടിയനായ പുത്രനെ സഹായിക്കാനുള്ള മോഹം ചാമ്പലായി പോയില്ലേ? നീ എന്താ എന്നെങ്ങനെ നോക്കുന്നേ? ഈ വീട്ടിലെ എല്ലാവരും ഇരുന്ന് കരയുമ്പോ പ്രകാശേട്ടന് മാത്രം എങ്ങനെ ഇങ്ങനെ ചിരിക്കാൻ പറ്റുന്നു? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? ഒരു മൈക്ക് സെറ്റും വെച്ച് നാട് മുഴുവനും അലറി കരയണോ? അതോ ചാനലുകാരെയൊക്കെ വിളിച്ച് അനുശോചനം അറിയിക്കണോ? പിന്നെ ഓട്ടോ കത്തിച്ചതാണോ സ്വയം കത്തിയതാണോ എന്നറിയാതെ വെറുതെ ആരെയും ശപിച്ചിട്ട് ഒരു കാര്യമില്ല. നഷ്ടപ്പെട്ടു. എനിക്കും സങ്കടമുണ്ട്. അപ്പൊ ഓട്ടോ തനിയെ കത്തിയതല്ല, ആരോ കത്തിച്ചത്. ഇത് പ്രകാശേട്ടന്റെ മുണ്ടാണല്ലോ. ഇതിന്റെ അച്ഛൻ എങ്ങനെ കത്തിക്കരിഞ്ഞു? അത് പിന്നെ അബദ്ധത്തിൽ മറ്റോ തീപ്പെട്ടിക്കൊള്ളിയോ എനിക്കറിയില്ല. ഈ മുറിയിൽ ആരും തീപ്പെട്ടി കത്തിക്കാറില്ല. നിങ്ങൾ ഇതിനകത്ത് പുക വലിക്കാറുമില്ല. വിളക്ക് കൊളുത്താൻ തീപ്പെട്ടി കത്തിക്കുന്നത് പൂജാമുറിയില. പിന്നെ ആരും ഇവിടെ തീപ്പെട്ടിക്കൊള്ളി വലിച്ചെറിയാൻ? അപ്പോ ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടത് നിങ്ങളാണല്ലേ?
കൈച്ചോര ഇല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു? സുചിത്രേ, ഞാനിത് എല്ലാവരോടും പറയും. സ്വന്തം അച്ഛന്റെ അന്നം മുട്ടിച്ചത് മോനാണെന്ന് എല്ലാരോടും ഞാൻ വിളിച്ചു പറയും. എല്ലാരും അറിയട്ടെ. ഇല്ല, നീ ആരോടും പറയില്ല. പറഞ്ഞാൽ അന്ന് നീ ഈ വീടിന്റെ പടി ഇറങ്ങും. എനിക്കില്ലാത്ത ബന്ധവും സ്വന്തമൊന്നും നീ ഇവിടെ ആരോടും ഉണ്ടാക്കണ്ട. എല്ലാവരോടും വിളിച്ചു പറയും മുമ്പേ നിന്റെ ബാഗും പെറുക്കി കെട്ടി ഞാൻ കെട്ടിയ താലി ഊരി ഈ ബെഡിൽ വെക്കണം. പിന്നെ മോൻ, അത് നിനക്ക് വേണമെങ്കിൽ നിനക്ക് കൊണ്ടുപോവാ, അല്ലെങ്കിൽ നിനക്ക് വേണ്ടെങ്കിൽ അവൻ എന്റെ കൂടെ വളരും, സത്യസന്ധനായി. എന്താ വേണ്ടേന്നേ നിനക്ക് തീരുമാനിക്കാം. ഞാൻ അപ്പുറത്ത് കാണും. അച്ഛാ, ചായ. വേണ്ട. ഫോൺ റിങ് ചെയ്യുന്നു. ഹലോ, അയ്യോ, അത് പ്രശ്നമാവല്ലോ. മാനത്തെ കൊട്ടാ